അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ഷട്ടർ ഓട്ടോമേഷൻ്റെ വിഷ്വൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇത്രയും വലിയ ടോട്ടൽ 7.25 മീറ്റർ വീതിയുള്ള ഒരു ഷട്ടറാണ്. ചെറിയ ഷട്ടറല്ല, അത്രയും വലിയ ഷട്ടർ വളരെ സ്മൂത്തായിട്ട് നമ്മൾ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ആദ്യം ഒരു പഴയ ഷട്ടർ ആദ്യമായി ചെയ്തിട്ടുണ്ടായ ഷട്ടറാണ്. അപ്പോൾ നമുക്ക് വന്ന ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഷട്ടറിനെ ഓട്ടോമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് റീമാനുഫാക്ചർ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഷട്ടർ ഒന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ ഷട്ടറിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചേഞ്ചസ് മാത്രം വരുത്തിയിട്ട് നമ്മൾ ഈ ഷട്ടറിനെ മൊത്തത്തിൽ ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട് ഷട്ടർ ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ട്. ഇതിന് റിമോട്ട് അവൈലബിൾ ആണ്. നമുക്ക് വണ്ടിയിലൊക്കെ വെക്കാൻ വേണ്ടി റിമോട്ട് ഉണ്ട്. മൊബൈൽ ഓട്ടോമേഷനിലും ഷട്ടർ ഓട്ടോമേഷൻ വർക്ക് ചെയ്യും. ഇത് കൂടാതെ നമുക്ക് മാനുവലായിട്ട് ഇവിടെ സ്വിച്ചസ് ഉണ്ട്. ഇൻ കേസ് നമ്മൾ റിമോട്ടൊക്കെ എടുക്കാൻ പറഞ്ഞാൽ കീ ഉണ്ടെങ്കിൽ മാനുവൽ കീ തുറന്നിട്ട് നമുക്ക് ഷട്ടർ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും എല്ലാ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ഷട്ടർ ഓട്ടോമേഷനിൽ നമുക്ക് ഇത് നോർമലി റോളിംഗ് ഷട്ടറാണ്. റോളിംഗ് ഷട്ടർ അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് പോകുന്ന ടൈപ്പ് ഷട്ടറുകൾ ചെയ്യാൻ പറ്റും. സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഷട്ടേഴ്സ് ഗേറ്റ് പോലെ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ പാർക്കിങ്ങിന് നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. ഓരോ കസ്റ്റമേഴ്സിനും ഓരോ റിക്വയർമെൻറ്റ്സിന് അനുസരിച്ചുള്ള സൊല്യൂഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്.